ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തു നിന്ന് മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സുനിത ഉൾപ്പെടെ 4 യാത്രികരും ഡ്രാഗൺ ഫ്രീഡം പേടകത്തിലേക്ക് കയറിക്കഴിഞ്ഞു. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27, അതായത് നാളെ പുലർച്ചെ യാത്രികൾ ഫ്ലോറിഡ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാസ തരുന്ന ദൃശ്യങ്ങളാണ്. ബഹിരാകാശ പേടകത്തിൽ നിന്ന് നാസ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. The crew members who will remain on board. You saw the Crew 9. Again, you see at the hatchway the 4 departing Crew 9 crew members posing for some final photos. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ തത്സമയം കാണുന്നതൊക്കെയാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കാണുന്നത് ബഹിരാകാശ പേടകത്തിലേക്ക് മടങ്ങാനുള്ള ബഹിരാകാശ പേടകത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒപ്പം ക്രൂ 10 ദൌത്യത്തിന്റെ ഭാഗമായി അവിടെ എത്തിയിരുന്നവരിൽ 2 പേർ കൂടി, അങ്ങനെ 4 പേർ തിരികെ മടങ്ങുന്നതാണ്. എങ്ങനെയാണ് ഈ യാത്രാ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്? ഈ അൺഡോക്കിംഗ് അവിടെ നിന്ന് പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടുള്ള യാത്ര എപ്പോൾ ആരംഭിക്കും? ശ്രീജ, 7 മണിക്കൂർ, അതായത് 17 മണിക്കൂർ നീളുന്ന 7 ഘട്ടങ്ങളിലായാണ് ഈ യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാച്ചിങ് ക്ലോഷർ, അതായത് ഇവർ ഈ പേടകത്തിൽ കയറി അതിനുശേഷം ഈ വാതിൽ അടയ്ക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് സ്പേസ് സ്യൂട്ടുകൾ, ഈ ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ യാത്രികർ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇതിൽ കയറുന്നതിന് മുൻപ് തന്നെ വസ്ത്രങ്ങൾ, ഈ സ്പേസ് സ്യൂട്ടുകൾ ധരിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റു 2 യാത്രികരും ഈ പേടകത്തിൽ കയറിയതിനു ശേഷമാണ് ഈ ഡ്രസ്സുകൾ ധരിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നിർണായകമായത് 8:30 മണിയോടുകൂടി ഈ ദൗത്യം, അതായത് ഹാച്ചിങ് ക്ലോഷർ പൂർത്തിയാകുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകവും അത് പൂർത്തിയായിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഡോക്കിംഗ്, അൺഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ താമസിക്കും എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. സ്വാഭാവികമായി ഇതനുസരിച്ച് ഈ കാലാവസ്ഥയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഒക്കെ പരിഗണിച്ച് ഈ ദൗത്യം അല്പം വൈകാനുള്ള സാഹചര്യമൊക്കെ നേരത്തെ നാസ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 7 ഘട്ടമായാണ് ഈ ദൗത്യത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ കടന്നു പോവുക എന്നുള്ളതാണ്. ഈ ആദ്യം ഈ ഹാച്ചിങ് ക്ലോഷർ, അതായത് ഈ പേടകം അടയ്ക്കുന്ന, വാതിലടയ്ക്കുന്ന പ്രക്രിയ പൂർത്തിയാകണം. അതിനുശേഷം 200 മീറ്റർ അകലെയുള്ള പേടകത്തിലേക്ക്, ഡ്രാഗൺ ഫ്രീഡം എന്ന പേടകത്തിലേക്ക് ഈ യാത്രികർ എത്തേണ്ടതുണ്ട്. അതിനുശേഷം ഈ പേടകത്തിലേക്കുള്ള അൺഡോക്കിംഗ് പ്രക്രിയ, ഈ പേടകത്തിൽ കയറിയതിനു ശേഷം അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ട പശ്ചാത്തലമുണ്ട്. 10:30 ഈ അൺഡോക്കിംഗ് നടക്കും. പേടകങ്ങൾ വേർപെടുന്ന അൺഡോക്കിംഗ് എന്ന പ്രക്രിയ നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ 10:30 ഇത് ഇപ്പോൾ അല്പം കൂടി വൈകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ട്രങ്ക് വേർപെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രങ്ക് വേർപെടുത്തിയതിനു ശേഷമാകും പേടകം ഭൂമിയിലേക്ക് പുറപ്പെടുക. പിന്നീട് അതിനിർണായകമായ സാങ്കേതിക ഘട്ടം എന്ന് പറയുന്നത് ഡി ഓർബിറ്റ് ബേൺ എന്ന സാങ്കേതിക ഘട്ടമാണ്. ഇത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുള്ള ഘട്ടമാണ്. ഈ 7 ഘട്ടങ്ങളിൽ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ പ്രക്രിയ ഇത് തന്നെയാണ്. ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഗതിമാറ്റം വരുത്തി വേണം വേഗത കുറച്ച് ഇത് ഭൂമിയിലേക്ക് ഈ പേടകം പ്രവേശിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇവിടെ പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടും. നാസയ്ക്ക് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടത്തിയുള്ള പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ചൂടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വലിയ ചൂടാണ്, നിർണായക ഘട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതനുസരിച്ചുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതിനുശേഷം 3:15 സ്പ്ലാഷ് ഡൗൺ പ്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ വൈകാനുള്ള സാഹചര്യം ഇതിനകം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭൂമിയിലേക്ക് പേടകം എത്തിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പാരച്യൂട്ടുകളുടെയും മറ്റും സഹായത്തോടെയാകും ഈ പേടകം ഭൂമിയിലേക്ക് പതിക്കുക. ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് ആണ് ഇപ്പോൾ പേടകം പതിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് ഓഷനിലേക്കൊക്കെ ആയിരിക്കും പേടകം പതിക്കുക. അതിന് നിർണായകമായ 2 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ യാത്രികരെ കപ്പൽ മാർഗം കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ പദ്ധതി.
ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നിർണായകമാണ്. കാരണം കാലാവസ്ഥ പ്രധാനമാണ്. മറ്റൊന്നാണ് സാങ്കേതികമായ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നതിൻ്റെ നിരീക്ഷണങ്ങൾ ഉണ്ട്. അങ്ങനെ അതിനിർണായകമായ ഘട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം നേരത്തെ 8 മാസത്തേക്ക് മാത്രമാണ് ബഹിരാകാശ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വൈകി 8 ദിവസത്തേക്ക് മാത്രമാണ്. ഇപ്പോൾ 9 മാസം പിന്നിടുന്ന പശ്ചാത്തലം ഇതിനോടുകൂടിയുണ്ട്. നിരവധി തവണ ഇവരെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തിയിരുന്നു എങ്കിൽ പോലും പലതും വൈകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി നാസ മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. അതിനുള്ള ആദ്യഘട്ടം ഏതാനും നിമിഷങ്ങൾക്കകം വിജയകരമായി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നേരത്തെ ഇവരിതിന് മുൻപ് ഈ പേടകത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ഭൂമിയുമായി പങ്കുവെക്കുകയും ചെയ്ത കാഴ്ചകളൊക്കെ ഏറെ ആനന്ദദായകമായിരുന്നു. അത്തരത്തിലുള്ള നിരവധി നിമിഷങ്ങൾ കൂടി ഇതിനിടയിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഹാച്ചിങ് ക്ലോഷർ, അതായത് കവാടമടയ്ക്കൽ അല്പസമയത്തിനകം പൂർത്തിയാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുശേഷം 1.5 മണിക്കൂർ സമയമെടുക്കും ഡോക്കിംഗ് പ്രക്രിയയ്ക്കും മറ്റും അൺഡോക്കിംഗ് പ്രക്രിയയ്ക്ക്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്, കാത്തിരിപ്പിലാണ് ഇനി ലോകം. ശ്രീജ. രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ തന്നെ നാസ തരുന്ന ഫീഡിലുള്ള സ്ക്രീനിൽ തന്നെ ആ ടൈം കാണാം. അതായത് അൺഡോക്കിങ്ങിന് ഇനി ബാക്കിയുള്ളത് 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത് 18 മണിക്കൂർ 17 മിനിറ്റ് 25 സെക്കൻഡ്. അങ്ങനെ ആ മിഷൻ ക്ലോക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ മിഷൻ ക്ലോക്കിലെ ടൈമിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഡ്രാഗൺ ഫ്രീഡം പേടകത്തിനുള്ളിലേക്ക് 4 ബഹിരാകാശ യാത്രികരും കയറി കഴിഞ്ഞു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ക്രൂ 9 ടീമിന്റെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹിരാകാശ നിലയത്തിലെത്തിയ ക്രൂ 10 ടീമിൽ നിന്ന് 2 പേർ അവിടെ തുടരും. ബാക്കി 2 പേർ കൂടി ഇങ്ങോട്ട് മടങ്ങും. പുലർച്ചെ 3:30 നാളെ പുലർച്ചെ 3:30 ഫ്ലോറിഡ തീരത്താണ് സ്പ്ലാഷ് ഡൗൺ, അതായത് വന്ന് സമുദ്രത്തിലേക്ക് ഈ പേടകം പതിക്കുക. അങ്ങനെ ചരിത്ര മുഹൂർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. ബഹിരാകാശത്ത് നിന്നാണ് ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് നടക്കുക. 1 മണിക്കൂർ 24 മിനിറ്റ് 35 സെക്കൻഡ്. അതിനുശേഷമാണ് യാത്ര ആരംഭിക്കുക. നമുക്ക് ആ സമയത്തേക്ക് ഈ ദൃശ്യങ്ങളിലേക്കും അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും മടങ്ങിയെത്താം.